പതിവ് പോലെ തന്നെ അച്ഛന്റെ ക്ലാസ് ഉഷാറായി. ജോളി പറയുന്നത് വളരെ ശരിയാ. ഓ പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പ്രീതി, അങ്ങനെ പറയരുത്. നമുക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം തെറ്റാണ് എന്ന് പറയരുത്. ഞാനൊന്നും പറയുന്നില്ല, പോരെ? നിങ്ങൾ വെറുതെ വഴക്ക് വെക്കണ്ട. ഒരേ ഒരു സൺഡേ ആണ്. അത് ശരിയാ. വെറുതെ വഴക്ക് വെച്ച് അതിന്റെ സുഖം കളയണ്ട. ആ പക്രു വരാമെന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടില്ലല്ലോ. പകുതി വരെ വന്നതാകും. കയ്യിലുള്ള ആഹാരം തീർന്നപ്പോൾ തിരികെ പോയി കാണും. ആമയ്ക്ക് തോട് പോലെ നമ്മുടെ പക്രുവിന് ആഹാരം. അതില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ജോബി, ജോളി, നിങ്ങൾ കളിക്കാൻ വരുന്നില്ലേ? ഞങ്ങൾ ഇന്ന് വരുന്നില്ല. ഒരത്യാവശ്യ കാര്യമുണ്ട്. എന്താവശ്യം? എങ്ങോട്ടാ? ട്യൂഷനാ? ഏയ്, അതൊന്നുമല്ല. പിന്നെ ഒരിടം വരെ പോകുന്നു. ഹായ് ജോബി, ഇനിയും നിന്ന് സമയം താമസിക്കേണ്ട. നമുക്ക് പോകാം. അതു ശരിയാ. ശരി കൂട്ടുകാരെ, പിന്നെ കാണാം. അവരവിടെ പോകുന്നു. ഞാൻ വന്നതുകൊണ്ടാണോ? അറിയില്ല. അവർ എവിടേക്കോ പോകുന്നു എന്ന് പറഞ്ഞു. സ്ഥലം പറഞ്ഞില്ല. ഇതിപ്പോ കൊറേ നാളായി രഹസ്യമായുള്ള ഈ പോക്ക്. ശരിക്കും? അതെന്നെ. ഇനി വല്ല നിധിയും കിട്ടിക്കാണുമോ? ഓ പിന്നെ നിധി ഇനി ചിലപ്പോ കിട്ടിക്കാണുമോ? എനിക്കറിയില്ല. എന്നാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല പ്രതി. അത് ശരിയാ. എന്താ അവരുടെ രഹസ്യമെന്ന് നമ്മളും കൂടി ഒന്ന് അറിയട്ടെ. നമുക്ക് അവരെ പിന്തുടരാം. വല്ല ഫുഡും കിട്ടുന്ന പരിപാടിയാണെങ്കിലോ? ഒന്ന് മിണ്ടാതിരിയടാ. എന്നാൽ പക്രു പറഞ്ഞതുപോലെ അവരെ പിന്തുടരാം. അവരുടെ രഹസ്യം കണ്ടെത്താം. എന്താ? ഞാൻ റെഡി. ഞാനും. എന്നാ ഞാനും റെഡി. നമ്മൾ കളിക്കാൻ കൂടാതെ വന്നതിൽ കൂട്ടുകാർക്ക് വിഷമം തോന്നിക്കാണുമോ? ആവോ, അറിയില്ല. ചിലപ്പോൾ വിഷമമായി കാണും. പക്ഷെ കൂട്ടുകാരുടെ വിഷമം കരുതി നിങ്ങളും കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ പാവങ്ങൾ എന്തു ചെയ്യും? അതും ശരിയാ. കൂട്ടുകാരുടെ വിഷമം നമുക്ക് പിന്നീട് തീർക്കാമെന്നേ. ഞങ്ങളില്ലേ കൂടെ? എന്തുപറ്റി ജോബി? ഒന്നുമില്ല. ആരോ നമ്മുടെ പുറകെ വരുന്നത് പോലെ തോന്നുന്നു. ആര്? അത് ജോബിക്ക് വെറുതെ തോന്നുന്നതാകും. ചിലപ്പോൾ ആയിരിക്കും. ഇതവരാ രഹസ്യം കണ്ടുപിടിക്കാൻ വരുന്നതാ. വരട്ടെ വരട്ടെ. ഭാഗ്യം, അവര് നമ്മളെ കണ്ടില്ല. ഒന്നും മിണ്ടാതിരിയടാ. പതുക്കെ. അവർ നടക്കുന്നു. നമുക്ക് പിന്നാലെ പോകാം. എനിക്കിനി നടക്കാൻ വയ്യ. നീയല്ലേ പറഞ്ഞത് അവർക്കെന്തോ വലിയ രഹസ്യമുണ്ടെന്ന്, അത് കണ്ടെത്തണമെന്ന്. അതു ശരിയാ. പക്ഷേ ഇപ്പോ എനിക്ക് തോന്നുന്നത് അവര് വെറുതെ നടക്കാൻ ഇറങ്ങിയതാവുമെന്നാ. എടാ മടിയാ, ഇനി നീ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ നോക്കേണ്ട. മര്യാദക്ക് വാ. അല്ലെങ്കിൽ നിങ്ങൾ പോയി രഹസ്യം കണ്ടെത്തിയിട്ട് എന്നോട് വന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ ഇരിക്കാം. അയ്യടാ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. നീയും വരണം.
അവര് ശ്രദ്ധിക്കും. മിണ്ടാതെ വാ. മുത്തശ്ശി, മുത്തശ്ശ. മുത്തശ്ശി, ഈ കുടിലിൽ ഇവരുടെ ആരാ? ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിധി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഒന്ന് മിണ്ടാതിരിയടാ. വാ തുറന്നാ മണ്ടത്തരേ പറയുള്ളൂ. ആരെയും കാണുന്നില്ലല്ലോ ജോളി. ശരിയാ ജോബി. ഇനി രണ്ടുപേരും കൂടി എവിടേക്കെങ്കിലും ടൂറ് പോയി കാണുമോ? അതൊന്നും ആയിരിക്കില്ല. വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടില്ലേ? നമുക്കകത്തു കയറി നോക്കാം. ശരിയാ. അവരാ കുടിലിനകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞില്ലേ എന്തോ വലിയ രഹസ്യമുണ്ടെന്ന്. അവര് കാണാതെ നമുക്ക് ആ കുടിലിന്റെ അടുത്ത് പോയി നോക്കാം. മുത്തശ്ശ, മുത്തശ്ശി, ആരെയും കാണുന്നില്ലല്ലോ. മക്കളെ, ദേ ആ മുറിയിൽ നിന്ന് മുത്തശ്ശിയുടെ ശബ്ദം. വാ നമുക്ക് നോക്കാം. അയ്യോ മുത്തശ്ശി, ഇത് എന്തു പറ്റി? മുത്തശ്ശൻ എവിടെ പോയി? എനിക്ക് സുഖമില്ല മക്കളെ. നല്ല പനിയുമുണ്ട്. എന്നിട്ട് ഈ പനിയുള്ള മുത്തശ്ശിയെയും തനിച്ചാക്കി ഈ മുത്തശ്ശൻ എങ്ങോട്ട് പോയതാ? മുത്തശ്ശൻ എനിക്കുള്ള മരുന്ന് വാങ്ങാനായി പുറത്തേക്ക് പോയതാ. ഇതെന്താ ഇവിടെ ഇവർക്കൊരു മുത്തശ്ശി? ഇതാണോ ഇത്ര വലിയ രഹസ്യം? വെറുതെ നമ്മുടെ സമയം കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ. നീ എന്ത് പറഞ്ഞു? നീയല്ലേ പറഞ്ഞത് ഇവർക്ക് എന്തോ വലിയ രഹസ്യമുണ്ടെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞോ? എന്തോ ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ മിണ്ടാണ്ടിരിക്കി. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ. മുത്തശ്ശൻ നല്ല ആളാ. വയ്യാത്ത മുത്തശ്ശിയെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ മുത്തശ്ശൻ മരുന്ന് വാങ്ങാൻ പോയത്? എന്തു സഹായത്തിനും ഞങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? വെറുതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി. നിങ്ങൾക്ക് വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ട് സഹിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ജോബി പറഞ്ഞത് ശരിയാ. നീ മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചിരിക്കെ ഞാൻ മുത്തശ്ശിക്ക് വേണ്ടി അല്പം ചായ ഉണ്ടാക്കാം. ഒന്നും വേണ്ട. നിങ്ങൾ കുറച്ചു നേരം മുത്തശ്ശിയുടെ അടുത്തിരുന്നാ മതി. ഞാനിപ്പോൾ വരാം മുത്തശ്ശി. ഈ ജോബിക്കും ജോളിക്കും എന്തു പറ്റി? ഇവരെന്തിനാ ഒരു ഉപയോഗമില്ലാത്ത ഇവരെ ഇങ്ങനെ സഹായിക്കുന്നത്? അത് ശരിയാ. ഇവരെയും കൊണ്ട് അവർക്ക് ഒരു ഉപയോഗവും ഇല്ല. പിന്നെന്തിനാ? ചിലപ്പോൾ രണ്ടിനും വട്ടായി കാണും. അത് കറക്റ്റ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് മക്കൾ പള്ളിയിൽ പോയില്ലേ? പോയി മുത്തശ്ശി. അവിടുന്നാ വരുന്നേ. മുത്തശ്ശിക്ക് ഞങ്ങൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? നല്ല സ്വാദുള്ള ഉണ്ണിയപ്പം. ഇതെവിടുന്നാ? അമ്മ തന്നു വിട്ടതാ. മുത്തശ്ശിക്കും മുത്തശ്ശനും തരാൻ. ഈശ്വര, ഉണ്ണിയപ്പം! ഇത്രയും നാളായിട്ടും എനിക്ക് ഒരെണ്ണം പോലും തന്നിട്ടില്ലല്ലോ. ഇനി ഞാൻ ഒരിക്കലും അവരോട് കൂട്ടുകൂടില്ല. നോക്കിക്കോ, ഇത് വല്ലാത്ത ദുഷ്ടത്തരമായി പോയി. ഇനി ഞങ്ങളുടെ മുത്തശ്ശി എഴുന്നേറ്റിരുന്ന് ഈ ചായയും ഉണ്ണിയപ്പവും കഴിച്ചേ. ഒന്നും വേണ്ട. നിങ്ങൾ കുറച്ചു നേരം മുത്തശ്ശിയുടെ അടുത്തിരുന്നാ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത് ശരിയാ. മുത്തശ്ശി എഴുന്നേൽക്കാൻ ഞങ്ങൾ സഹായിക്കാം.
ആരാവൻ? ഇനി വല്ല കള്ളന്മാരുമായിരിക്കുമോ? ദൈവമേ, എന്താ ഇപ്പൊ ചെയ്യാ? ഇന്നെല്ലാത്തിൻ്റെയും പുറം ഞാൻ പൊളിക്കും. അവർക്ക് ഉണ്ണിയപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരെന്താ നിർബന്ധിക്കുന്നേ? എന്റെ അടുത്തെങ്ങാനും ആയിരിക്കണം. പറയുക പോലും വേണ്ട. മമ്മി, എന്നെ കൊന്നേ. പ്രീതി, റിച്ചു, ഓടിക്കോ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലടാ. നിക്കടാ, ഞാനും വരുന്നടാ. നിക്കാൻ സമയമില്ല. അടി കൊണ്ടിട്ട് അങ്ങോട്ട് വന്നാ മതി. ഞങ്ങൾ അവിടെ ഉണ്ടാകും. ഓടിക്കോ. എന്തു പറ്റി മുത്തശ്ശ? ആരാ അത്? ആഹാ, മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അതാരാണെന്നറിയില്ല മക്കളെ. കള്ളന്മാരാണെന്ന് തോന്നുന്നു. എന്തായാലും അവർ ഓടി. അവരോടിയ ഭാഗത്തെ പുല്ലുപോലും മുളയ്ക്കില്ല. ഞങ്ങൾ ഇറങ്ങുന്നു മുത്തശ്ശ. ആഹാ, വന്നോടൻ പോവുകയാണോ? വന്ന ഉടനെയോ? ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. മുത്തശ്ശിയോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനേ അവൾക്ക് മരുന്ന് വാങ്ങാൻ പോയതാ. മുത്തശ്ശി ഇപ്പോൾ അല്പം ഉഷാറായിട്ടുണ്ട്. എന്തായാലും മുത്തശ്ശൻ മരുന്ന് കൊടുക്ക്. ഞങ്ങൾ പിന്നീട് വരാം. ശരി മക്കളെ. ഹാവൂ, രക്ഷപ്പെട്ടു. ശരിയാ, തക്ക സമയത്ത് ഓടിയതുകൊണ്ട് അടി കിട്ടിയില്ല. നിങ്ങൾ എല്ലാവരും ദുഷ്ടന്മാരാ. എന്നെ മാത്രം തല്ലുകൊള്ളാൻ ഇട്ടിട്ട് ഓടിക്കളഞ്ഞില്ലേ? ഓ, നല്ല എ ക്ലാസ് അടിയായിരുന്നു. നീ കുറച്ചു നേരം ഇരിക്കടാ വക്രു, ക്ഷീണം മാറട്ടെ. ഒന്ന് പോടാ. ഇരിക്കാനുള്ള സ്ഥലത്ത് അടി വീണേ, അതുകൊണ്ട് ഇരിക്കാനൊരു ബുദ്ധിമുട്ട്. എന്നാലും നിങ്ങൾ ഓടിക്കളഞ്ഞില്ലേ ദുഷ്ടന്മാര്. ഓടാതെ പിന്നെ? നിനക്ക് അടികൊള്ളുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാൽ ഞങ്ങൾക്കും കണക്കിന് കിട്ടിയേനെ. ആ, അതും ശരിയാ. എന്തായാലും അവരുടെ രഹസ്യം കൊള്ളാം. ഛേ, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ കളി മുടക്കി. പ്രീതി പറഞ്ഞതു ശരിയാ, ഒരാവശ്യവും ഇല്ലായിരുന്നു. ഇങ്ങ് വരട്ടെ രണ്ടും. ഹായ് കൂട്ടുകാരെ, എന്താ ഇവിടെ ഇരിക്കുന്നത്? കളി കഴിഞ്ഞ് വിശ്രമിക്കാനിരിക്കുന്നതാകുമല്ലേ? ഓ, തളർന്നിരിക്കുക. നിങ്ങൾ പോയ കാര്യം എന്തായി? അത് ഭംഗിയായി നടന്നു. നിങ്ങൾ എവിടെയാ പോയത്? അതൊരിടം. ഓ, കൂടുതൽ ഉരുളൊന്നും വേണ്ട. അവരുടെ ഒരു രഹസ്യം. നിങ്ങൾ എവിടെ പോയി നോക്കാൻ ഞങ്ങൾക്കറിയാം. ആ കാടിനടുത്തുള്ള കുടിലിലെ കിളവനെയും കിളവിയെയും കാണാൻ പോയതല്ലേ? നിങ്ങൾക്ക് എന്തിന് കേടാ? ഒരു കാര്യവുമില്ലാതെ ഇത്രയും ദൂരം നടന്നുപോയി അവരെ സഹായിക്കാൻ. ഒന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ അവരെ സഹായിക്കുന്നത്. അവരുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ അവരെ വേണ്ടാത്തത് കൊണ്ടാ അവരെ തനിച്ചാക്കി പോയത്. അവർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ? ഒരു ഉപയോഗവും അവരെ കൊണ്ട് നമുക്കില്ല. മതി, നിർത്തൂ. നിങ്ങളോട് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. നമുക്ക് ഉപയോഗമില്ലാത്തവരെ നമ്മൾ സഹായിക്കേണ്ട കാര്യമില്ലെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. വാ സഞ്ജു, റിച്ചു, പക്രു, നമുക്ക് പോകാം. മുത്തശ്ശനെയും മുത്തശ്ശിയെയും പറ്റി നമ്മുടെ കൂട്ടുകാർ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നുന്നു ജോബി. എനിക്കും. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മൂല്യം എന്തെന്ന് നമ്മുടെ കൂട്ടുകാർക്കറിയില്ല. ശരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും എത്ര സ്നേഹമുള്ളവരാ. അവരുടെ സ്നേഹവും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മൂല്യവും കൂട്ടുകാർ മനസ്സിലാക്കണം. പക്ഷെ എങ്ങനെ? അതിനൊരാൾക്കേ നമ്മളെ സഹായിക്കാൻ പറ്റൂ. സറാഫിൻ. നമുക്ക് സറാഫിനെ വിളിച്ചു കാര്യം പറയാം.
യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എന്താ കൂട്ടുകാരെ പ്രശ്നം? കാര്യമുണ്ട് സെറാഫിൻ. നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി സംസാരിക്കാം. ശരി കൂട്ടുകാരെ. അപ്പോ അതാണ് കാര്യം. അതെ സെറാഫിൻ. നിങ്ങൾ വിഷമിക്കേണ്ട. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മൂല്യം എന്താണെന്ന് അവരെ നമുക്ക് മനസ്സിലാക്കിക്കാം. താങ്ക് യു സെറാഫിൻ. കുഞ്ഞുമാലാഖമാരെ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഞങ്ങൾ എപ്പോഴേ റെഡി. ഇത് ഞങ്ങൾ ഏറ്റു. വെറുതെ ഇന്നത്തെ സൺഡേ പാഴായി. ഈ പക്രുവാ എല്ലാത്തിനും കാരണം. ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും പറഞ്ഞില്ലേ. ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് ശരിയാ. എന്നാലും ആ ജോബിയെയും ജോളിയെയും പറ്റിയാ ഞാൻ ആലോചിക്കണേ. ആർക്കും വേണ്ടാത്തവരെ എന്തിനാ അവർക്ക്? ആ എനിക്കറിയില്ല. ദേ മുത്തശ്ശൻ അവിടെയുണ്ട്. തുടങ്ങിക്കോ. ശരി. അടിപൊളി. ഇനി പരിപാടി തുടങ്ങിക്കോ. പാട്ടു പാടാതെ കാര്യം പറയടാ. ദേ ആന. അയ്യോ, അത് നമ്മുടെ നേരെയാ വരുന്നേ. നമുക്ക് ഓടാം. ഓടിയാൽ അത് നിങ്ങളെ വെറുതെ വിടില്ല. ഓടിയില്ലെങ്കിലും അത് നമ്മളെ വെറുതെ വിടില്ല. രക്ഷിക്കണേ, ഈ ആന ഞങ്ങളെ കൊല്ലുമേ. ഓടി വരണേ. വേഗം ആ കുട്ടികളെ രക്ഷിക്കൂ. ആ ആന കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് രക്ഷിക്കണം. പക്ഷേ എങ്ങനെ പറ്റും? അയ്യോ പ്രീതി, പ്രീതി എഴുന്നേൽക്ക് പ്രീതി. ബോധം പോയെന്നാ തോന്നുന്നേ. ഈശ്വര, അടുത്ത അടിയാണോ? പുറം പൊളിഞ്ഞത് തന്നെ. ചുമ്മാ തിരിക്ക് പക്രു. എന്തു പറ്റി? അറിയില്ല. ചിലപ്പോ ആനയെ കണ്ട് പേടിച്ച് ബോധം പോയതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ അടുത്താ എൻ്റെ കുടില്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആന, ആന. പേടിക്കേണ്ട മോളെ, ആന ഇനി വരില്ല. ഞാൻ എവിടെയാ? മോളിപ്പോ ഞങ്ങളുടെ കുടിലില്ല. ദേ നോക്കിയേ, കൂട്ടുകാരെല്ലാവരും ഇവിടെ ഉണ്ട്. പ്രീതി, ഈ മുത്തശ്ശനാ നമ്മളെ ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ. നന്ദിയുണ്ട് മുത്തശ്ശ. നന്ദി ദൈവത്തിന് പറയൂ മക്കളെ. അദ്ദേഹമാണ് ആ സമയത്ത് എന്നെ അവിടെ എത്തിച്ചത്. നിങ്ങൾ ഇനിയും ഇവിടെ വന്നാൽ മുത്തശ്ശി നിറയെ പലഹാരങ്ങൾ ഉണ്ടാക്കി തരാം. എന്നാൽ പിന്നെ ഞാൻ തിരികെ വീട്ടിൽ പോണില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ കൂട്ടുകാരെ, ഞങ്ങൾ അറിവില്ലാതെ പറഞ്ഞു പോയതാണ്.
സാരമില്ല പ്രീതി, ഇപ്പോൾ മനസ്സിലായില്ലേ ഈ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും മൂല്യം? ശരിക്കും മനസ്സിലായി. സത്യത്തിൽ പക്രു പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. ഈ കുടിലിൽ നിധികളുണ്ടെന്ന്. ദാ ഈ മുത്തശ്ശനും മുത്തശ്ശിയും. മുത്തശ്ശ, മുത്തശ്ശി, ഞങ്ങൾ ഇനിയും വരും ഒരുപാട് കഥകൾ കേൾക്കാൻ. ഞങ്ങൾ കാത്തിരിക്കും. തീർച്ചയായും വരണം. ആരുമില്ലാത്ത ഞങ്ങൾക്ക് അതൊരാശ്വാസമാകും.